അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിൽ കുറേ ആളുകൾക്ക് വീണ്ടും എന്നെ കുറിച്ചിട്ട് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. എന്നെ കാണുമ്പോൾ കുറേ ആളുകൾക്ക് പല ഡൗട്ടാണ് കേട്ടോ. എൻ്റെ പഴയ ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ എന്താണ്, കാരണം ഞാനത് ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് പുതിയ ആൾക്കാരാണ്. അപ്പോൾ ലൈവിൽ മാത്രം, ഇപ്പോൾ ലൈവിൽ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, ചോദിക്കുന്നതിന് ആൻസറല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാലോ ഞാനിപ്പോൾ വീൽചെയറിലിരിക്കുന്ന ആളാണെന്ന്, നടക്കാൻ പറ്റില്ല എന്നറിയാം. ചിലർ ചോദിച്ചു ഒരു കാലം കൊണ്ടെങ്കിലും നടക്കാൻ പറ്റുന്നു, തീരെ പറ്റില്ല, തീരെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല, അതാണ് സത്യം. പിന്നെ കുറേ ആളുകൾക്ക് അപ്പോൾ ഡൗട്ടുണ്ടാവും, ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, എന്നാലും ക്ഷമിക്കണം. അൽഹംദുലില്ലാ ഈ നിമിഷം വരെ ഫുഡൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, അതായത് സ്വന്തമായിട്ട് എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾക്ക് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യണമെന്ന്. അതും അൽഹംദുലില്ലാ എൻ്റെ കാര്യങ്ങൾ ഈ നിമിഷം വരെ ഞാൻ ചെയ്തു, അൽഹംദുലില്ലാ. അപ്പോൾ റബ്ബിനെ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെന്താ, ആ ഫുഡ് ഞാൻ പറഞ്ഞു. പിന്നെ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ എന്ന് കുറച്ച് ആളുകൾ ചോദിച്ചിട്ട്, അത് പിന്നെ അടുത്തറിയുന്നവരെന്നെ ചോദിച്ചു നീ ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. ചോറ് കറി അങ്ങനെയല്ല, എനിക്ക് ബീഫ് കറി വെക്കാൻ അറിയാം, ചിക്കൻ ഫ്രൈ അറിയാം. പിന്നെന്താ, ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രേവി പോലെ. പിന്നെന്താ, പുഡിങ്, പായസം, ഡെസേർട്ട് അതൊക്കെ അറിയാം. ഒന്നും അവിടെ നോക്കി പഠിച്ചതൊന്നുമല്ല, അറിയാം. പക്ഷെ എൻ്റെ കിച്ചന് നിങ്ങൾ കുറച്ചാളെങ്കിലും കണ്ടിട്ടുണ്ടാവും. കിച്ചണിൽ ഞാൻ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഇത്രക്കെങ്ങാനും വരുന്നുണ്ട് റേക്ക്, ഇത്രങ്ങാനും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹൈറ്റ് കൂടാതെ ഗ്യാസ് സ്റ്റവ്, അപ്പോൾ എനിക്ക് എത്തൂല. ഒന്നാമത് ഗ്യാസൊക്കെ തുറക്കാൻ തന്നെ പ്രയാസം, എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഉമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ്. എല്ലാവരും പറയുന്നുണ്ട് എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ട് ഓളൊന്ന് പഠിപ്പിച്ചൂടെ. ശരിയാ, എൻ്റെ ഉമ്മ ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കായിട്ടായിരിക്കാം എനിക്ക്, അല്ലാണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് എത്തൂല, നമുക്ക് പേടിയ ഗ്യാസല്ലേ. ഞാൻ എടുത്ത് പോകുമ്പോൾ ഉമ്മമാരല്ലേ പേടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മടിച്ചായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ആ ഗ്യാസിൻ്റെ ആ റേക്കിൻ്റെ കാരണം പറഞ്ഞിട്ട് ഞാൻ ആ വഴിക്ക് പോകില്ല. പിന്നെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു സ്റ്റവ് വാങ്ങിയിരുന്നു കേട്ടോ, ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിരുന്നു, മറ്റേ കറണ്ടിൻ്റെ. അതിലൊക്കെ ഞാൻ കുറേ പാചകം ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി, അതാണത്തെ കാലം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങാൻ പ്ലാനുണ്ട്, യൂട്യൂബിന് വേണ്ടിയിട്ടല്ല. എൻ്റെ ഉമ്മക്ക് ഇപ്പോൾ കാലുവേദനയും കൈവേദനയൊക്കെ കൂടുതൽ ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ശരിയാക്കണം. അല്ലാണ്ട് ഇപ്പോൾ കിച്ചണൊന്നും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ലല്ലോ, റേക്കൊന്നും പൊളിച്ച് ഇപ്പോൾ എൻ്റെ പാകത്തിലൊന്നും പറ്റില്ല. അഫിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെയും കുറച്ച് പറ്റുന്നുണ്ട്, ഓളെ വർക്ക് ഏരിയയിലെ റേക്ക് എനിക്ക് സെറ്റാണ്. പക്ഷേ നമ്മളത് എൻ്റെത് അതില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങൾക്കും ഡൗട്ട് തീർന്നല്ലോ. ഇതാണ് ഞാൻ ഉണ്ടാക്കാത്തത്. പിന്നെന്താ, മണ്ണ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വലിയൊരു പ്രൈസൊന്നുള്ള ആളല്ല, ഫുഡ് വെച്ച് മരിക്കുന്ന ആളെന്നല്ല. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട. ഞാൻ ഒരുപാട് എൻ്റെ റൊട്ടീന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി പറഞ്ഞതല്ല പറയില്ല. ഞാൻ ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് തീരെ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കേണ്ടി വന്നാൽ ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഗ്യാസും കാര്യങ്ങളൊന്നും എനിക്ക് എത്തില്ല, ആ ഒരു കാരണത്താലാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ആളുകളുടെ ഡൗട്ട് എന്താ, കുറേ ഡൗട്ടാണ്. ഇപ്പോൾ അടുത്തന്നെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് ആൾ ചോദിച്ച് ഡൗട്ടായിട്ട് പറയുന്നത്, അല്ലാണ്ട് ഞാനൊന്നും ഉണ്ടാക്കി പറയില്ല. ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ എന്താ ഉണ്ടാക്കാത്തത് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നു. ഇനി എന്താ, ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും മറുപടി പറയും.
നമ്മൾ നല്ലതല്ലേ. ഇന്നലെ ലൈവിൽ ഒരാൾ പറഞ്ഞ പോലെ ഡൗട്ട് മനസ്സിലാക്കിയിരുന്നല്ലോ, ഓപ്പണായിട്ട് ചോദിക്കുക. നമ്മൾ ഈ നെഗറ്റീവ് ചോദിക്കുന്നതിൽ എത്ര നന്ദി, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമില്ല, നല്ല കാര്യം. പിന്നെ ഞാൻ സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും കാരണം പോകാൻ പറ്റുമോ വെച്ചപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്, പുറത്ത് പോകുന്നത്. പിന്നെ എൻ്റെ വീൽ ചെയറിൽ തന്നെയാണ് ഞാൻ എപ്പോഴും പോകല്. ഈ വീൽ ചെയറിൽ തന്നെ ചിലർ ചോദിച്ചിരുന്നു കേട്ടോ. ചിലരെല്ലാം ഞങ്ങളവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, എന്നാലും ക്ഷമിക്കുക. ഈ വീൽ ചെയർ എന്താ പറയുക, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഗവൺമെൻറ്റിനെ കാത്തു നിന്നിട്ടൊരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞെന്ന് തോന്നിട്ടില്ലേ, അപ്പോൾ അത് വേണ്ട. അപ്പോൾ എന്താ പറയുക, ഇത് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പണ്ടാരോ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഇരുന്ന് ശീലമായതുകൊണ്ട് ഇതല്ല നോർമൽ വീൽ ചെയർ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീൽ ചെയർ എടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചത് ഇൻഷാ അല്ലാ. ഈ അവിടെ വഴിക്കോ പോയി നോക്കിയില്ല. അവിടെ അന്ന് ഇതിൽ ഹോം ടൂർ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഉണ്ട് ആ വഴിക്ക്. പക്ഷെ ആ വെള്ളമൊക്കെ പോയി, ഇപ്പോൾ മഴ ഇല്ലാണോ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്ഥലത്ത് വെള്ളം വറ്റിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാനൊരു ദിവസം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ഞാൻ വീണു ഗൈസ്, ആദ്യമായിട്ട് വീൽ ചെയറിൽ നിന്ന് വീണു. ഞാൻ ആ ചാനൽ പറഞ്ഞിരുന്നു, എൻ്റെ തെറ്റാ. വലിയൊരു ഗൗൺ എടുത്തിട്ട് പോയി ഞാൻ. എന്നിട്ട് ഞാൻ പാട്ടും പാടി ഇങ്ങോട്ട് പോരുമായിരുന്നു. പാട്ട് പാടി ഇങ്ങനെ പോരുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഫോണിൽ നോക്കി പോകുന്നു. ഇതിങ്ങനെ വീലിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഞാൻ ഇന്ന് ആരാ പിടിച്ച് കഴിക്കുന്നത്, അതിങ്ങനെ അങ്ങോട്ട് മറ്റേ സ്ലോ മോഷൻ അങ്ങോട്ട് വീണു. മഞ്ജു വാര്യർ കുതിരമ്മ കയറിയ പോലെ. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇങ്ങനെ താഴത്തെത്തി. അപ്പോൾ ദീനോടം ഞാൻ വിഷ്ണുലോകമാക്കി. ഒന്നും അറിഞ്ഞില്ല, ആരും വായിക്ക് വന്നില്ല. സമാധാനം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ കാണുന്നുണ്ട്, ആരറിയാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അതാണ് ഞാൻ. അപ്പം പറയും മേലിഞ്ഞ് വലിയ ഡ്രസ്സിട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, വലിയ ഡ്രസ്സിട്ട് പേടി. എനിക്ക് വലിയ ഡ്രസ്സ് എന്നല്ല, ലെങ്ത്ത് കൂടുമ്പോൾ എനിക്കാണ് ലെങ്ത്ത് കൂടണം. അതും കൂടി പറയാം. ഇനിയിപ്പോൾ വെറുതെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. എന്താ പറയുക, ഞാൻ ഈ വലിയ ഡ്രസ്സ് എടുത്തിരുന്നു എനിക്കിങ്ങനെ കാല് കാണുമെന്ന് തോന്നും. അപ്പം പറയാം എൻ്റെ കാലിനെന്താ അള്ളാഹു എത്തിച്ചിട്ട് ഒരു കുഴപ്പവും എൻ്റെ കാലില്ല. ചില കാല് പുറത്ത് കാണിക്കാൻ പറ്റാത്ത മുറിവോ കാര്യങ്ങളോ ഒന്നും അൽഹംദുലില്ലാ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കാല് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ മറച്ചെങ്ങാണ്ട് പോകുന്നതാണ്. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള അത്താത്തിനോട് എനിക്ക് നല്ല കേട്ടു, ഇതിൻ്റെ ആവശ്യമില്ല മോളെ, നീ ഇത് ചെയ്യണ്ട. കാരണം നിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നിനക്ക് പാൻറ്റ്, അതായത് സാധാ ജഗീനോ അതൊക്കെ മതി, നീ ഇങ്ങനെ വലിയ ഡ്രസ്സ് ഇട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് കുറേ കേട്ടോണ്ട് ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് അധികം എടുക്കൽ. കുർത്തി പാൻറ്റും അധികം എടുക്കൽ. എനിക്ക് ഇതിൽ പോകുമ്പോൾ പേടിയാണ്. ഇങ്ങനത്തെ വലിയ ഗൗണൊന്നും ഞാൻ യൂസ് ആക്കില്ല. കാരണം ഞാൻ ഇങ്ങനെ പോവല്ലേ, അപ്പോൾ ഇത് വീട്ടിലെപ്പോഴാണ് കുടുങ്ങാൻ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ആ വീണ സ്ഥലങ്ങൾക്കൊന്ന് ഓർമ്മയ്ക്ക് കാണിച്ചിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ ഇപ്പോൾ കുറേ ആയി പുറത്തിറങ്ങിയിട്ട്. ഇതിലുണ്ടെങ്കിൽ ഇറങ്ങാൻ വിചാരിച്ചു, അന്ന് മഴ കാരണം ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീണ വഴി ആദ്യമായിട്ട് വീണിട്ട്, അതും വീൽ ചെയറിൽ വീണു. ആദ്യമായിട്ടല്ല, 3 വീഴ്ച വീണു. ഞാൻ അമ്മനോട് പറഞ്ഞു. ഒന്ന് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീണു, പിന്നെ ഒന്ന് ഉപ്പാൻ്റെ കൂടെ സ്കൂട്ടറിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ കല്യാണം കഴിഞ്ഞില്ല, അവിടെ നിന്ന് വീണു. ഒന്നും പറ്റിയില്ല. അതും എൻ്റെ കാരണം. വലിയൊരു സ്കേർട്ട് എടുത്തിട്ട് ആ സ്കേർട്ട് ഇങ്ങനെ കുടുങ്ങി അത് ഞാൻ ഒപ്പി വീണു. അതിന് മുട്ടുകാല് ചതവൊക്കെ ഉണ്ട്, ഇപ്പം നല്ല വേദന. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒന്ന് വീണു. പിന്നെ ഞാൻ വീൽ ചെയറൊന്നും വീണു, കുഴപ്പമില്ല. അൽഹംദുലില്ലാ എൻ്റെ റബ്ബ് കാക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്ന് വെച്ച് മനഃപൂർവ്വം നമ്മൾ പഠിച്ചും കാക്കുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഒരു സംഭവം വരാനുണ്ട് കേട്ടോ, ഓൺലൈനുമായിട്ടുള്ള വീറ്റൊക്കെ. അത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ എന്നെ പറ്റിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.